ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജോമോൻ ആലക്കുഴ. പള്ളികൾ പൊളിച്ചു പണിയുന്നതോ പുതുക്കി പണിയുന്നതോ അൾത്താരകൾ നവീകരിക്കുന്നതോ ഒന്നും സഭാവിരുദ്ധ പ്രവൃത്തികളല്ല, നമുക്ക് ഏവർക്കും അറിയാം. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ്, വിശ്വാസികൾക്ക് എതിരുമാണ്. അത്തരത്തിൽ ഒരു വലിയ തോന്നിവാസ പ്രവൃത്തിയാണ് നാളെ 2024 ഫെബ്രുവരി മാസം 25 കിഴക്കമ്പലം ദൈവാലയത്തിൽ അരങ്ങേറുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്രപിതാവ് കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ദൈവാലയത്തിന് പുതിയ പള്ളിക്ക് നാളെ തറക്കല്ലിടുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ അനുവദിക്കാൻ പാടില്ല, തടയപ്പെടണം. അതിന് കാരണങ്ങളുണ്ട്, ഞാനത് വിശദമാക്കാം. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമം എല്ലാ പള്ളികളിലും സാധ്യമാകുന്നത് വരെ പള്ളികളിലെ അൾത്താര നവീകരണങ്ങൾ, പള്ളി പുതുക്കി പണിയുന്നത്, മിനുക്കുപണികൾ, അത്തരത്തിലുള്ള സകല കാര്യങ്ങളും തടയണമെന്ന് ഞാൻ പറയാൻ കാരണം, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 350 വൈദികർ, പ്രത്യേകിച്ച് അച്ഛന്മാർക്ക് സ്ഥലം മാറ്റമുള്ള ഈ സമയത്തിന് മുമ്പേ തന്നെ പല ആളുകളും ഇല്ലാത്ത ഞൊട്ടുഞൊടുക്ക് പണികളുമായി ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന്, സ്ഥലം മാറ്റം തടയപ്പെടും. അതുമാത്രമല്ല, സ്ഥലം മാറി പോകുന്നതിന് മുമ്പ് അല്പം ചില്ലറ പോക്കറ്റിൽ വീഴാനുള്ള എളുപ്പ വഴിയുമാണിത്. അതുകൊണ്ട് അവരായിട്ട് ഇത് നിർത്തിവെക്കുകയില്ല. കാരണം അവർ അതിന് തക്ക രീതിയിലുള്ള ചില പ്രമാണിമാരെയും കൈക്കാരന്മാരെയും കൊടുക്കേണ്ട ചെല്ലും ചെലവും കൊടുത്ത് അവർ കൂടെ നിർത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അനുവദിക്കാതിരിക്കേണ്ടത് ബോസ്കോ പുത്തൂർ പിതാവാണ്, അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പാണ്. പ്രിയ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് സ്ഥാനാരോഹണത്തിന് ശേഷം അദ്ദേഹം പലയിടത്തും നൽകിയ പ്രഭാഷണങ്ങളിൽ വ്യക്തമായി പറഞ്ഞു, ആർഭാടപൂർവമായ പള്ളികൾ പണിയരുത്, പള്ളികൾ മോടി പിടിപ്പിക്കാനായി പണം ധൂർത്തടിക്കരുത്, അത് ദരിദ്രർ ആയവർക്ക് വിതരണം ചെയ്യപ്പെടണം. അങ്ങനെയുള്ള മേജർ ആർച്ച് ബിഷപ്പ് ഇരിക്കുന്ന ഈ സമയത്ത് തന്നെ, അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് തന്നെ ആരാണ് കിഴക്കമ്പലത്തെ പള്ളി പണിയാനുള്ള അനുവാദം നൽകിയത്? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് അനുവദിക്കാതിരിക്കേണ്ട ബോസ്കോ പുത്തൂർ പിതാവ് തന്നെ അവിടെ പോയി കല്ലിടുന്നു, അതിന് പാല് കാച്ചുന്നു എന്നൊക്കെ പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ തോന്നിവാസവും കോമഡിയുമായി കണക്കാക്കേണ്ടി വരും. പ്രധാനമായും ഒരു ഇടവകയിൽ ആദ്യം ചേർത്ത് നിർത്തേണ്ടത് വിശ്വാസികളെയാണ്. അതുപോലെ തന്നെ ആദ്യം അവിടെ സംഭവിക്കേണ്ടത് സഭയുടെ പരിശുദ്ധമായ ആരാധനയാണ്. ഇത് രണ്ടും വിശ്വാസികളിൽ സാധ്യമാക്കാൻ ഒരു വൈദികൻ പരാജയപ്പെട്ടാൽ അദ്ദേഹം തുടർന്ന് വയ്ക്കുന്ന യാതൊരുവിധ പരിപാടികളും അവിടെ അനുവദിക്കാൻ പാടില്ല. അത് ഇടവകയെ തകർക്കും, ഇടവകയിലെ വിശ്വാസികളുടെ മാനസികമായ ഐക്യം തകർക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അനുവദിക്കാൻ പാടില്ല. കിഴക്കമ്പലം ദേവാലയത്തിൽ ഇവ രണ്ടും നിഷേധിച്ച വിമത വൈദികൻ ആരാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് അരീക്കൽ, അദ്ദേഹമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന ഒരു വിമത വൈദികരിൽ പ്രധാനിയാണ് ഫ്രാൻസിസ് അരീക്കൽ. അദ്ദേഹം തന്നെയാണ് ഒരു മാസങ്ങൾക്ക് മുമ്പ് അതേ ദേവാലയത്തിൽ വിശ്വാസികൾ സഭയുടെ പരിശുദ്ധമായ കുർബാനയ്ക്ക് വേണ്ടി വാദിച്ചപ്പോൾ അവിടെ പോലീസിനെ ഇറക്കുകയും വിശ്വാസികളെ ഇട്ട് പരസ്പരം കലഹമുണ്ടാക്കുകയും ചെയ്ത അതേ വൈദികനാണ് പള്ളിക്ക് തറക്കല്ലിടാനായി പിതാക്കന്മാരെ വിളിച്ച് തോന്നിവാസ പരിപാടികൾക്ക് അംഗം കുറിക്കുന്നത്. അദ്ദേഹം ഒരു നല്ല വൈദികനായിരുന്നുവെങ്കിൽ എത്രയും വേഗം നമ്മുടെ ഇടവകയിലെ പ്രശ്നങ്ങൾ തീരട്ടെ, രൂപതയിലെ പ്രശ്നങ്ങൾ തീരട്ടെ, ഇടവക വിശ്വാസികളെ രണ്ട് തട്ടിലാക്കിക്കൊണ്ട് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നില്ല, സമാധാനം ഉണ്ടാകട്ടെ എന്ന് എന്തുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല? ഒരു പറ്റം വിശ്വാസികളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പള്ളി പണിതിട്ട് അവിടെ എന്ത് ആരാധനയാണ് ഫ്രാൻസിസ് അരീക്കൽ എന്ന് പറയുന്ന വിമത വൈദികൻ അവിടെ നടത്താൻ പോകുന്നത്? അതുമാത്രമല്ല, ഇവിടെ പണിയപ്പെടുന്ന പല പള്ളികളിൽ നിന്ന് ഇവരൊക്കെ തുടങ്ങി വെക്കുന്ന മറ്റൊരു കാര്യം, പള്ളി പണി ആദ്യമേ അനൗൺസ് ചെയ്യും. ഇവർ തന്നെ ഇടവകയിലെ ചില പ്രമാണിമാരെ, ചില വലിയ തുക കൊടുത്തു എന്ന് അഹങ്കരിക്കുന്ന ചില പ്രമാണിമാരെ സംഘടിപ്പിക്കും. അവരിലൂടെ നല്ലൊരു തുക സംഘടിപ്പിക്കും. ഏതെങ്കിലും അബ്കാരി ബിസിനസ് നടത്തുന്നവർ, ഇല്ലീഗൽ ബിസിനസ് നടത്തുന്നവർ, ഇവരുടെയൊക്കെ അനധികൃതമായ കള്ളപ്പണം ഇവരുടെ കൈകളിലേക്ക് എത്തും. അത് ഒരു അക്കൗണ്ടിലും കയറുകയില്ല. അത് എത്തുന്നത് ഇവിടുത്തെ കത്തനാരന്മാരുടെ കയ്യിലായിരിക്കും. അതിൽ പകുതി മുക്കാലും അവർ മുക്കും. അതിന്റെ നല്ലൊരു ശതമാനവും കൈക്കാരന്മാർ അറിഞ്ഞാൽ തന്നെ ശബ്ദിക്കാതിരിക്കാൻ അവരുടെ അണ്ണാക്കിലേക്ക് തിരികും. അതോടെ കൈക്കാരന്മാരുടെ വായും അടയും. ഇതാണ് നമ്മുടെ ഇവിടെ പള്ളികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ പരിശുദ്ധമായ ആരാധനകൾ അർപ്പിക്കപ്പെടേണ്ട ദേവാലയം ഓരോ മനുഷ്യന്റെയും അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും വിലയിൽ നിന്നുമുള്ളതാകണം. അല്ലാതെ ഏതെങ്കിലും ഇല്ലീഗൽ ബിസിനസ് നടത്തുന്ന അബ്കാരികളുടെയോ മദ്യവും മയക്കുമരുന്നും വിറ്റ് കിട്ടുന്ന തുക കൊണ്ട് ഒരു പള്ളിയും പണിതിട്ട് അവിടെ ആരാധന അർപ്പിക്കുന്നതിൽ കാര്യമില്ല. കാരണം അവിടെ അർപ്പിക്കേണ്ടത് കർത്താവിന്റെ പരിശുദ്ധമായ ആരാധനയാണ്. മറ്റൊരു വസ്തുത, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന
വെറും സാധാരണക്കാരായ ആളുകൾക്ക് ഒരു തുക ഇവിടെ ഇടവക വികാരിയും കൊണ്ട് നിശ്ചയിച്ച് അവരെ അങ്ങ് കെട്ടിയേൽപ്പിക്കുകയാണ്. ഇത്രയും തുക ഇവിടെ തന്നേ പറ്റൂ. മനുഷ്യനെ പിഴിയാവുന്നതിന്റെ അപ്പുറവും പിഴുത് അതിന്റെ നല്ലൊരു പങ്ക് കീശയിലാക്കി ആർഭാട ജീവിതവും ദൂർത്തും വിദേശ ടൂറുകളുമായി സഞ്ചരിക്കുന്ന ഈ വിമത വൈദികരുടെ സകല തോന്നിവാസങ്ങളും അച്ചടക്ക ലംഘനങ്ങളും ധിക്കാര പ്രവൃത്തികളും ഇടവകയെ ഭിന്നിപ്പിക്കുന്ന സകല പരിപാടികളും അവസാനിക്കണം. ആദ്യം അത്തരത്തിലുള്ള പരിപാടികൾ അവസാനിക്കട്ടെ. അതിനുശേഷമാണ് ഇടവകയിലെ വിശ്വാസികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വേണം ഇത്തരത്തിൽ പള്ളി പണിയാൻ. കാരണം ഈ കത്തനാര് അവിടെ നിന്ന് മാറിപ്പോകും. അതിനുശേഷം ഇടവകയിലെ സകല വിശ്വാസികളും അവിടെ ഒരുമയോടെ ഐക്യത്തോടെ വാഴേണ്ടവരാണ്. അവരെ ഭിന്നിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിന് എന്ത് നേടാനാണ്? അതുകൊണ്ട് ബോസ്കോ പുത്തൂർ പിതാവ് നാളെ ഇവിടെ കല്ലിടാൻ പോകരുത്. അത് തടയപ്പെടുക തന്നെ ചെയ്യണം. നന്ദി.